ബീഹാർ. ഉടനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ബീഹാർ. 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ RJDയുടെ പിൻബലത്തോടു കൂടിയുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണോ, അതല്ല JDUവിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഇന്ത്യ സഖ്യമാണോ അധികാരത്തിലേറുക എന്ന ഒരു സർവേ ഇപ്പോൾ ബീഹാറിൽ നടന്നിരിക്കുകയാണ്. ആ സർവേയിൽ 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ മണ്ഡലത്തിൽ നിന്ന് 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും ആദ്യം ബഗൽപൂരാണ്. ബഗൽപൂരിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. ബഗൽപൂർ ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 RJDയുടെ പിന്തുണയോടുകൂടി NDA വിജയിക്കും, 3 JDUവിൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യ സഖ്യവും വിജയിക്കും. അവിടെ മറ്റുള്ളവർ ഒരു സീറ്റും നേടുമെന്നുള്ളതാണ് ഒപ്പീനിയൻ പോൾ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തത് മധേപുരയാണ്. മധേപുരയിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 2 NDA, 2 ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അടുത്തത് സുബോലാണ്. സുബോലിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 2 RJDയുടെ പിന്തുണയുള്ള NDA, 3 JDUവിൻ്റെ പിന്തുണയുള്ള ഇന്ത്യ സഖ്യം. അവിടെ ഒരു നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. അടുത്തത് റോഹ്താസ് ആണ്. റോഹ്താസിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. അതായത് JDUയുടെ പിന്തുണയോടുകൂടി ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. 5 ഇടങ്ങളിലാണ് ഇന്ത്യ സഖ്യം സീറ്റുകൾ നേടുന്നത്. അവിടെ 2 മാത്രമാണ് NDAക്ക്, അതായത് RJDയുടെ പിന്തുണയുള്ള NDAക്ക് 2 മാത്രമാണ് സീറ്റുകൾ നേടാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകളില്ല. അടുത്തത് ലഖ്സരായ് ആണ്. ലഖ്സരായിൽ ആകെയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യം, JDUവിൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യ സഖ്യം ഏകപക്ഷീയമായി അവിടെ വിജയിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടുത്തത് മുഗേരി ജില്ലയാണ്. മുഗേരി ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 2 BJP, അതായത് RJDയുടെ പിന്തുണയോടുകൂടി NDA, മറ്റ് 1 JDUയുടെ പിന്തുണയോടുകൂടി ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് നേടുമെന്ന് കണക്കുകൾ പറയുന്നു. അടുത്തത് വൈശാലിയാണ്. വൈശാലിയിൽ ആകെയുള്ളത് 8 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 3 NDA, 4 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അടുത്തത് മധുബനിയാണ്. മധുബനിയിൽ ആകെയുള്ളത് 10 നിയമസഭാ മണ്ഡലങ്ങളാണ്. 10 നിയമസഭാ മണ്ഡലങ്ങളുള്ള മധുബനിയിൽ NDAയുടെ, അതായത് RJDയുടെ പിന്തുണയുള്ള NDA 3 ഇന്ത്യ സഖ്യം 6 1 മറ്റുള്ളവരും. അവിടെയും ഇരട്ടിയിടത്താണ് ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകുക എന്ന വിധാൻസഭ ഒപ്പീനിയൻ പോൾ പറയുന്നു. അടുത്തത് ബക്സറാണ്. ബക്സറിൽ ആകെയുള്ളത് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 4 NDA, 4 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. അടുത്തത് ബക്സറായ് ആണ്. ബക്സറായ് ജില്ലയിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ RJDയുടെ പിന്തുണയോടുകൂടി NDA 3 4 JDUവിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഇന്ത്യ സഖ്യവും. അവിടെയും ഒരു 70-30% വ്യത്യാസമാണ് ഇന്ത്യയും ഇന്ത്യ സഖ്യം തമ്മിലുള്ളത്. മറ്റുള്ളവർക്ക് അവിടെ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്ന് കണക്കുകൾ പറയുന്നു. പൂർവി ചമ്പാരൻ എന്ന ജില്ലയിൽ ആകെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 NDA, 6 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അവിടെ നേരിയ വ്യത്യാസമാണ് NDAയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ളത്. മറ്റൊന്ന് നളന്ദ ആണ്. നളന്ദ ജില്ലയിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ NDA 3 ഇന്ത്യ സഖ്യം 4. അവിടെയും നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ജില്ലകളിൽ നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിനാണ്. കണക്കുകൾ ഇത് 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള കണക്കുകളാണ്. അത് മാറി മറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലത്തെ വിധാനസഭയുടെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെയുമുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോൾ നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിനാണ്. അടുത്തത് സാരൻ ജില്ലയാണ്. സാരൻ ജില്ലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആകെയുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിൽ RJDയുടെ പിന്തുണയുള്ള NDA 5 സീറ്റുകളും JDUയുടെ പിന്തുണയുള്ള ഇന്ത്യ സഖ്യം 5 സീറ്റുകളും നേടും. അടുത്തത് സിനാൻ ജില്ലയാണ്. അവിടെ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 NDA, 4 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അത് ജഹാനാബാദാണ്. അവിടെ ആകെയുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 NDA, 1 ഇന്ത്യ സഖ്യം. സമസ്തിപൂർ എന്ന ജില്ലയിൽ ആകെയുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 NDA, 4 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അടുത്ത ഷേഖ്പൂരാണ്. ഷേഖ്പൂരിൽ ആകെയുള്ളത് 2 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA 1, ഇന്ത്യ സഖ്യം 1. പശ്ചിമ ചമ്പാറിലേക്ക് വരുമ്പോൾ അവിടെ നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം കൈവരിക്കുന്നു. 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 NDA, 5 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അടുത്ത ജമുയിയാണ്. ജമുയിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA 2, ഇന്ത്യ സഖ്യം 2. മറ്റൊന്ന് കിഷൻഗഞ്ച് ആണ്. കിഷൻഗഞ്ചിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നു. 1 NDA, 3 ഇന്ത്യ സഖ്യം. അടുത്തത് ഗോപാൽഗഞ്ച് ആണ്. ഗോപാൽഗഞ്ചിൽ ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3 NDA, 3 ഇന്ത്യ സഖ്യം. ഗയ ജില്ലയിൽ ആകെയുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 NDA, 4 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അവിടെ നേരിയ മുന്നേറ്റം NDA ഉണ്ടാക്കുന്നു എന്ന വിധാൻസഭ ഒപ്പീനിയൻ പോളിൽ നിന്ന് വ്യക്തമാകുന്നു. അടുത്ത കൈമൂർ ജില്ലയാണ്. കൈമൂർ ജില്ലയിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 NDA, 2 ഇന്ത്യ സഖ്യം. അർബൻ ജില്ലയിൽ ആകെയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി ഇന്ത്യ സഖ്യം വിജയിക്കുന്നു എന്ന വിധാൻസഭ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. 2 ഇന്ത്യ സഖ്യം.
ശിവഹർ ജില്ലയിലുള്ള ആകെയുള്ള ഒരു സീറ്റ് ഏകപക്ഷീയമായി എൻ ഡി എ നേടുന്നു. എൻ ഡി എക്ക് ആ ഒരു സീറ്റ് നേടാൻ സാധിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനും മറ്റുള്ളവർക്കും അവിടെ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്നാണ് വിധാനസഭ ഒപ്പീനിയൻ പോൾ പറയുന്നത്. അടുത്തത് ഘടിയ ആണ്. ഘടിയ ജില്ലയിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. അവിടെ ഇരട്ടിയിലധികം വിജയമാണ് ഇന്ത്യ സഖ്യം നേടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. അടുത്തത് മുസഫർപൂർ ആണ്. മുസഫർപൂരിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എൻ ഡി എ, 6 ഇന്ത്യ സഖ്യം. അവിടെയും നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നു. അടുത്തത് സഹർസയാണ്. സഹർസയിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 2 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. കടികാർ ജില്ലയാണ് അടുത്ത ജില്ല. അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. സീതാമണി ജില്ലയിൽ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, എൻ ഡി എ 4, ഇന്ത്യ സഖ്യം 4. അടുത്തത് ദർഭംഗയാണ്. ദർഭംഗ ജില്ലയിൽ ആകെയുള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 എൻ ഡി എ, 5 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. അവിടെയും നേരിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന്. പട്ന ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 എൻ ഡി എ, 8 ഇന്ത്യ സഖ്യം, 1 മറ്റുള്ളവർ. ഇനി പൂർണിയ ആണ്. പൂർണിയ ജില്ലയിൽ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. 3 എൻ ഡി എയും 4 ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന് വിധാനസഭ ഒപ്പീനിയൻ പോൾ പറയുന്നു. അടുത്ത ബാക്ക ജില്ലയാണ്. ബാക്ക ജില്ലയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭോജ്പൂർ ജില്ലയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 എൻ ഡി എ, 4 ഇന്ത്യ സഖ്യം. നവാസ ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ 3 എൻ ഡി എ, 2 ഇന്ത്യ സഖ്യം. മറ്റൊന്ന് ഔറംഗാബാദാണ്. ഔറംഗാബാദിൽ ആകെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. അടുത്തത് അർണിയ ജില്ലയാണ്. അർണിയ ജില്ലയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം. അതായത് 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ 106 എൻ ഡി എ വിജയിക്കുമ്പോൾ 128 ഇന്ത്യ സഖ്യം വിജയിക്കുന്നു, 9 മറ്റുള്ളവരും. അതായത് മറ്റുള്ളവരെ കൂടെ കൂട്ടിയാൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭൂരിപക്ഷത്തെ മറികടക്കുവാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ഭരിക്കുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യവുമാണ് എന്നാണ് വിധാനസഭാ ഒപ്പീനിയൻ പോൾ സർവേയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ജെ ഡി യുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. ജെ ഡി യുവിൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറുമ്പോൾ ഇന്ത്യ സഖ്യം എന്ന തരത്തിൽ അധികാരത്തിൽ കയറുന്നു. മറ്റ് ആർ ജെ ഡിയുടെ പിന്തുണ കാര്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് വിധാനസഭാ ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നു.